പ്രിയകുട്ടികളെ, നമുക്ക് അടുത്ത 4 വരിയിലേക്ക് പോകാം അല്ലേ. നേരത്തെ തന്നെ നമ്മൾ അകാൽ എന്ന അവസ്ഥയെക്കുറിച്ച് തീർച്ചയായിട്ടും ചർച്ച ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ ഭാഗം പോകുന്നത് അകാൽ കെ ബാദ്, ക്ഷാമത്തിന് ശേഷമുണ്ടാകുന്ന അവസ്ഥയാണ്. അതിൽ ആദ്യത്തെ വരി ദാനെ ആയെ ഗർ കെ അന്തർ കൈ ദിനോ കെ ബാദ്. ദാനെ ആയെ ഗർ കെ അന്തർ കൈ ദിനോ കെ ബാദ്, യാനി घर के अंदर का अर्थ है വീടിൻ്റെ ഉള്ളിലേക്ക്. घर के अंदर दाने आए, दाना मतलब होती है खाद्य यानी ഭക്ഷണം. तो दाने आए ഭക്ഷണം വന്നു. कहाँ? घर के अंदर വീടിൻ്റെ ഉള്ളിലേക്ക്. कई दिनों के बाद എന്ത് ചെയ്തു? कई दिनों के बाद अनेक दिनों के बाद ധാരാളം ദിവസങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു? घर के अंदर दाने आते हैं, വീടിൻ്റെ ഉള്ളിലേക്ക് ധാന്യം വന്നു अല്ലേ. तो कवि कहते हैं कि अनाज के आने के बाद ധാന്യം വരുന്നതിന് ശേഷം ഉസ് ഘർ മേ, ആ വീടിനുള്ളിലേക്ക് कैसे परिवर्तन आते हैं, എങ്ങനെയാണ് മാറ്റങ്ങൾ കടന്നു വരുന്നത്. ഘർവാലോं की खुशियाँ कैसे होती है, വീടിനുള്ളിലെ സന്തോഷം എങ്ങനെയാകണം മാറുന്നത്. ये भी कवि हमें दिखाता है. और कवि कहते हैं दुआ उड़ा आंगन के ऊपर, दुआ उड़ा आंगन के ऊपर कई दिनों के बाद. दुआ उड़ा आंगन के ऊपर, तो जैसे ही घर में ഖാദ്യ आ गया, എങ്ങനെയാണോ വീട്ടിലേക്ക് എപ്പോഴാണോ വീട്ടിലേക്ക് ഖാദ്യ ഭക്ഷണം ദാന ആ ജാത്തെ ഹെ, तो घर के चूल्हा जलने लगे, വീട്ടിലെ ചൂൽഹ അടുപ്പുകൾ ജൽനെ ലഗെ, എന്ത് ചെയ്യാൻ തുടങ്ങി? ജൽനെ ലഗെ, ജൽന അത് പുകയാൻ തുടങ്ങി, വീട്ടിലെ അടുപ്പ് കത്താൻ തുടങ്ങി. तो घर के बाहर ये दृश्य भी देखने लगा, വീടിൻ്റെ ബാഹർ പുറത്ത് ये दृश्य भी, ഈ കാഴ്ചയെ നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്ത് കാഴ്ചയാണ്? ഓ घर के बाहर की जो आंगन में, आंगन के ऊपर से, ആ വീടിൻ്റെ മുറ്റത്തിന് മുകളിലൂടെ ദുആയും ഉടനെ ലഗ, ദുആ ഉടനെ ലഗ. ദുആ क्या होता है? പുക ഉയരാനും തുടങ്ങി. तो वो दुआएं किसका प्रतीक है? भोजन का प्रतीक है. ആ ദുആ എന്തിൻ്റെ പ്രതീകമായി കവി കാണിക്കുന്നു? घर की खुशियों का, വീടിൻ്റെ സന്തോഷത്തിൻ്റെയും, घर में खाना बनने से, വീടിനുള്ളിൽ ഭക്ഷണം ഉണ്ടാകുന്നതിനനുസരിച്ച് വഹാ കി ഘർ കി ഖുഷി, അവിടുത്തെ സന്തോഷത്തിൻ്റെയും പ്രതീകമായിട്ട് കവി നമ്മളെ മുന്നിലേക്ക് എടുത്തു കാണിക്കാൻ ചെയ്യുന്നു. യസേ ദുആ ചൂൽഹാ ജൽത്താ ഹെ, तो घर के बाहर हम क्या दृश्य देख सकते हैं? എന്ത് ദൃശ്യമാണ് കാണാൻ കഴിയുന്നത്? വഹാ ജോ ദുആയെ ഉड़ते हैं आंगन में, आंगन में മുറ്റത്തേക്ക് എന്ത് ചെയ്യുന്നു? ദുആയെ ഉड़ते हैं. तो कवि परीक्षा में ये सवाल कर सकते हैं कि दुआ उड़ा आंगन के ऊपर, इस पंक्ति में आप क्या समझ सकते हैं? ഈ വരികളിലൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാനാണ് കഴിഞ്ഞത്? तो हम उत्तर लिख सकते हैं कि जिस तरह चूल्हा जलने लगे, എപ്പോഴാണോ चूल्हा जलने लगे, അടുപ്പ് കത്താൻ തുടങ്ങിയത്, और आंगन के ऊपर दुआएं उड़ने लगे, आंगन के ऊपर എന്ത് ചെയ്തു? दुआएं उड़ता, എന്ത് ചെയ്തു? പുക ഉയരാൻ തുടങ്ങിയത്. ये दोनों उस घर में खाद्य आने के बाद घर वालों की खुशी भी देखने के समान होता है. खाद्य आने के बाद ഭക്ഷണം വരുന്നതിന് ശേഷം ഉസ് ഘർ വാലോं की, ആ വീട്ടുകാരുടെ സന്തോഷം കാണിക്കുന്ന ഒരു പ്രതീകമായിട്ട് നമുക്ക് എന്ത് ചെയ്യും? ദുആവും का उड़ना, ആ ദുആയെ മുടന, പുക ഉയരുന്നത് എന്ത് ചെയ്യുന്നു? ഹം ദേഖ് സക്തേ ഹെ, നമുക്ക് കാണാൻ കഴിയുന്നതാണ്. और आगे की पंक्ति देखिए, അടുത്ത വരിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. देखिए चमकुड़ी घर भर की आंखें, चमकुड़ी, चमकुड़ना, चमकना क्या है? തിളങ്ങുക. चमकुड़ी घर भर की आंखें, തിളങ്ങാൻ തുടങ്ങുന്നു. घर भर की आंखें, घर भर की आंखें, വീടിനുള്ളിലെ ആംഖേം കണ്ണുകൾ, വീടിനുള്ളിലെ जो भी आंखें, जो आदमी हो या छोटे छोटे चीज़ മറ്റ് വസ്തുക്കളായിക്കൊള്ളട്ടെ, ജैसे ചൂൽഹ, ചക്കി, ചിപ്കലി, അങ്ങനെയുള്ള വസ്തുക്കളായിക്കൊള്ളട്ടെ, ഓ ഉൻകി ആംഗേ ചമക്കുടി, അവരുടെ കണ്ണുകൾ ചമക്കന, പ്രകാശിതോന, തിളങ്ങ തുടങ്ങുക. പ്രകാശിതോന യാനി ചമക്കന, തിളങ്ങുക. घर भर की आंखें, വീടിനുള്ളിലെ കണ്ണുകൾ. घर भर की आंखें अब चमकते हैं, തിളങ്ങാൻ തുടങ്ങുന്നു. യാ വഹാ ഖുഷി കാ മാഹോൽ, സന്തോഷത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉസ് ഘർ മേ പൈദാ ഹുവ, ആ വീട്ടിൽ എന്ത് ചെയ്തു? പൈദാ ഹുവ അല്ലേ, ഉണ്ടാകാൻ തുടങ്ങുന്നു അല്ലേ. तो यानी उस घर में अनाज आने में वो चूल्हा जलने लगा और छिपकली
കുത്തിയ കാനി കുത്തിയ സബ് സമേത് ഉസ് ഘർ में जो भी है ആ വീട്ടിൽ ആരൊക്കെയാണുള്ളത് जो मानव है मनुष्य है तो उन सब की आंखें में अब खुशियाँ दिखने लगी സന്തോഷം അവരുടെ കണ്ണുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു കാണാൻ തുടങ്ങുന്നു യാനി ഓ ഘർ में खुशियों का माहौल ആ വീട്ടിൽ സന്തോഷത്തിൻ്റെ അന്തരീക്ഷം എന്ത് ചെയ്യുന്നു ഉണ്ടാകുന്നു इसलिए वहाँ आंखें चमकते हुए दिखाई पड़ी അവിടെ കണ്ണുകൾ എന്ത് ചെയ്യുന്നു चमकते हुए തിളങ്ങുന്നതായിട്ട് എന്ത് ചെയ്തു കാണപ്പെട്ടു और अंतिम पंक्ति में അവസാന വരിയിലേക്ക് കവി പറയുന്നു കൗവേനെ ഗുജലായി പങ്കേം കാക്കകൾ अपने पंगों को गुजलाई पंगों गुजलाना पंग गुजलाना पंगों को हिलाना ചിറകടിക്കുക पंग हिलाना ചിറകടിക്കുക पंग गुजलाई इसका अर्थ होती है पंग हिलाना तो कौवा काकകൾ എന്ത് ചെയ്തു अपना पंग हिलाया क्यों वो पंग हिलाता है वो जो घर में जो गाना बनाता है ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ जिस गाने की बाकी हुई चीज़ बाकी वेस्ट मालिन्य हम बाहर फेंकते हैं നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്നു അല്ലേ वो उड़ाने के लिए अपना पंगों को फेरते हुए തങ്ങളുടെ പങ്ക് ഫേർന ചിറകടിച്ചുകൊണ്ട് വഹാ കൗവേ ആത്തേ ഹേ तो कौवा अब तक പ്രതീക്ഷാമേ ഹേ ഇതുവരെ അവ എന്ത് ചെയ്യുന്നു പ്രതീക്ഷയിലായിരുന്നു कि उन्हें भोजन मिले അവർക്ക് ഭക്ഷണം കിട്ടാൻ വേണ്ടി जब घर में खाद्य आ गया വീട്ടിലേക്ക് खाद्य यानी भोजन आ गया तो कौवे भी खुशी में आने लगे കാക്കകൾ എന്ത് ചെയ്യാൻ തുടങ്ങി ആ വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി വരാൻ തുടങ്ങി ക്യോങ്കി ആ വീട്ടിൽ എന്ത് ചെയ്യാൻ തുടങ്ങി ഭക്ഷണം വന്നു കഴിഞ്ഞു तो उन्हें भी खुशी का माहौल है അവർക്കും എന്ത് ചെയ്തു സന്തോഷത്തിൻ്റെ അന്തരീക്ഷമാണ് ഓരോ പങ്ക് ഗുജലാന എന്തുകൊണ്ടാണ് അവർ ക്യോं वो पंग गुजलाए എന്തിനാണ് ചിറക് അടിക്കുന്നത് क्योंकि अपने खाद्य उड़ाने के लिए वो आ सकता है ഇപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും अपना खाद्य अपना गाना തൻ്റെ ഭക്ഷണം ശേഖരിക്കാൻ വേണ്ടി ഉഠാനെ കേലിയെ എടുക്കാൻ വേണ്ടി വേ അബ് ആ സക്തേ ഹേ അവർക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ കഴിയുന്നു വരാൻ കഴിയുന്നു അപ്പോൾ ഉൻകി ഖുഷി ബി അവരുടെ സന്തോഷം എന്ത് ചെയ്തിരിക്കുന്നു കവി ഇസ് പങ്ക്തിയോ മേ ദിഖാത്തേ ഹേ അർത്ഥത്തിലേക്ക് നമുക്കൊന്നും കൂടി പടന്നു പോകാം ദാനെ ആയേ ധാന്യങ്ങൾ വന്നു ചേരുന്നു ഗർക്കെ അന്തർ വീടിൻ്റെ ഉള്ളിലേക്ക് കൈ ദിനോ കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ദാനെ ആയേ ധാന്യങ്ങൾ വരുന്നു ഗർക്കെ അന്തർ വീടിൻ്റെ ഉള്ളിലേക്ക് കൈ ദിനോ കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ദുവാ ഉടന പുക ഉയരുന്നു കഹാ ആംഗൺ കെ ഉപ്പർ വീടിൻ്റെ മുറ്റത്ത് കൈ ദിനോ കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ചമക്കുടി കൂടാതെയോ ചമക്കുടന തിളങ്ങുന്നു ഘർ ബർ കി ആംഗേ വീടിൻ്റെ വീട്ടിൽ നിറയെയുള്ള എല്ലാ കണ്ണുകളും എല്ലാ ആളുകളും ജോ മാനവ് ഹോ യാ പ്രാണി ഹോ മനുഷ്യനായിക്കൊള്ളട്ടെ പ്രാണികളായിക്കൊള്ളട്ടെ സബ് കി ആംഗേം എല്ലാവരുടെ കണ്ണുകളും ചമക്കുടി തിളങ്ങാൻ തുടങ്ങി കൈ ദിനോ കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കൗവേനെ ഗുജലായി പങ്കേം കൗവേനെ യാനി കാക്കകൾ ഗുജലായി എന്ത് ചെയ്തു ഗുജലായി പങ്കേം പങ്കോങ്കോ ഹിലാനെ ലഗ ചിറകുകൾ അടിക്കാൻ തുടങ്ങി ഒബി കൈ ദിനോ കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം തോ ക്ഷാമത്തിന് ശേഷമുള്ള ആ വീടിൻ്റെ സന്തോഷത്തെ വർണ്ണിക്കുവാൻ വേണ്ടി ഈ 4 വരികളിലൂടെ എന്ത് ചെയ്തിരിക്കുന്നു കവി ശ്രമിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ 4 വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്ത് ചെയ്യുന്നു അനാജാനെ പർ ഉസ് ഘർ കി ഖുഷി ധാന്യം വന്നതിന് ശേഷം ഉസ് ഘർ കി ഖുഷി ആ വീടിൻ്റെ സന്തോഷം കിസ് തര ബദൽ ഗയാ എങ്ങനെയാണ് മാറി തീർന്നത് और जब दुआ उड़ना നമ്മളെ പുക ഉയരുന്നതും അതുപോലെ ചൂൽഹ ജൽനെ ദേഖ്കർ घर के सभी लोग അടുപ്പ് കത്തുന്നത് കണ്ടിട്ട് घर के सभी लोग के मन में എല്ലാവരുടെയും മനസ്സിൽ ഖുഷിയോ കാ മാഹോൽ പൈദാ ഹോന സന്തോഷത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകുക യസബ് ഇതെല്ലാം ഈ വരികളിലൂടെ എന്ത് ചെയ്യുന്നു കവി നമ്മളെ കാണിച്ചു തരുന്നു तो अकाल और उसके बाद कविता ക്ഷാമവും അതിനുശേഷമുള്ള കവിത एक प्रासंगिक कविता भी है ഒരു പ്രാസംഗികമായ ഇന്നത്തെ സമകാലികമായ സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ള കവിതയാകുന്നു കാരണം ഇന്നത്തെ ആജ്കൽ കി ജോ ബീമാരി കാ ഹാലത്ത് പർ ഇന്നത്തെ ഈ അസുഖങ്ങളുടെ അവസ്ഥയിൽ കൈ ഘരോമേ നമുക്ക് ഒരുപാട് വീടുകളിൽ നമുക്ക് ये अकाल देख सकते हैं ക്ഷാമം കാണാൻ കഴിയും और इस अवस्था में ये कविता प्रासंगिक भी देख सकते हैं ഇന്നത്തെ സമകാലിക
കവിതാ കെ രൂപമേ സമകാലികമായ ഒരു കവിതാ രൂപത്തിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന കവിത നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായിരിക്കുന്നു എന്ന് കാണുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.